ആ വാടോ, ഞാൻ ഇപ്പൊ തന്നെ പറ്റി ആലോചിച്ചേ ഉള്ളൂ. അമ്മൂമ്മ വന്നില്ലയോ? അമ്മൂമ്മ വരാതെവിടെ ഉണ്ടോ? ഈ അമ്മൂമ്മയ്ക്ക് ഉണ്ടല്ലോ എന്റെ അടുത്ത് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്, എന്നിട്ട് മനഃപൂർവ്വം കടിച്ചുപിടിച്ചിരിക്കുക. സത്യം പറഞ്ഞിട്ടല്ല, അമ്മൂമ്മയ്ക്ക് തന്റെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിലും എന്റെ അടുത്ത് വന്ന് തന്നെ പറ്റി അറിയാനുള്ള ശ്രമമൊക്കെ നടത്താറുണ്ട്. ഓരോ കാര്യങ്ങളൊക്കെ വന്ന് ചോദിക്കും. ചേച്ചി, ഞാൻ ചേച്ചിയുടെ റൂമിൽ പോയപ്പോ ചേച്ചി കാണുന്നില്ല. ചേച്ചി ലച്ചു ചേച്ചിയുടെ അടുത്ത് ഇങ്ങ് പോന്നു. സമയം എത്രയെന്ന് അറിയാമോ പാറു? നീ ഇപ്പോഴാണ് എണീക്കണേ? ഇന്ന് അവധിയല്ലേ, കൂടുതൽ സമയം കിടന്ന് ഉറങ്ങാന്ന് ചേച്ചി. ഓ, അല്ലെങ്കിൽ പിന്നെ നേരത്തെ എണീക്കുന്ന ഒരാള്. എടാ ബാലോചന എങ്ങോട്ട് പോയി? അച്ഛൻ ജംഗ്ഷനിൽ പോയി കാണും. ലച്ചുവേ. ഓ, ആഹാ, ഇവിടെ ചർച്ച ചെയ്തോണ്ടിരിക്കുവാന്നോ? അപ്പൊ പിന്നെ ഇതെന്താ ദോശ ചുടുവാ? കറി എന്തുവാടി? കറി എന്തെങ്കിലും വെക്കാം. ഉച്ചക്ക് മീനുണ്ടോടി? അച്ഛനോട് പറഞ്ഞ് മേടിപ്പിക്കാം. മുമ്മ പച്ചക്കറി. എന്തോത്തിനാ പച്ചക്കറി? എനിക്ക് തിന്നാനോ? കറി വെക്കാൻ. അയ്യോടാ, ഞാൻ എല്ലാവർക്കും ജോലി ചെയ്യാൻ എന്തുവാ? ഇവിടെ നിന്നാ ജോലി, അവിടെ ചെന്നാലും ജോലി. ഞാനെന്തോ എല്ലാവരുടെയും വേലക്കാരിയാന്നോ? അമ്മമ്മ ചായ വേണ്ടേ? അവിടെ വെച്ചേരെ, ഞാൻ പിന്നെ കാണാൻ കുടിച്ചോളാം. താന്തിനെ വിഷമിച്ചിരിക്കണേ. അമ്മമ്മ വെറുതെ ഷോ കാണിക്കണതാ, വിട്ടുകളാ. ചേച്ചി ചെറുതായിട്ട് ചമ്മയല്ലേ? എടോ, താൻ റൂമിൽ തന്നെ ഇരിക്കാതെ ഇടയ്ക്ക് അടുക്കളയിൽ വാ. അമ്മുമ്മ വരും പോവും, ഇടയ്ക്ക് ചിലപ്പോൾ ദേഷ്യപ്പെടും, അല്ലെങ്കിലും പിന്നെ 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 കൂടെ നിൽക്കും. പിന്നെ എന്തെങ്കിലും അമ്മുമ്മ വരുമ്പോഴത്തേക്കും കുറ്റം കുറവൊക്കെ പറയും. അതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടാ. അമ്മുമ്മേനെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് കയ്യിലെടുക്കാൻ നോക്ക്. ഞാൻ ഐഡിയ പറയട്ടെ? പറ. അമ്മ വിട്, ആദ്യം അച്ഛനെ പിടി. അച്ഛനെ പിടിക്കുന്ന നീ എന്തെന്നൊക്കെയാ കൊച്ചാ പറയണേ? അമ്മുമ്മേനെ വിട്, അച്ഛനെ പിടിക്ക്. ആദ്യം അച്ഛനെ സോപ്പിടാൻ നോക്കാൻ. ആര് സോപ്പിടാൻ? ചേച്ചി സോപ്പിടാൻ. അച്ഛൻ കയ്യിലെ എല്ലാം ഓക്കെ. അവള് പറഞ്ഞാലും കാര്യമുണ്ട് കേട്ടാ. ഞാനിത് അത്ര സീരിയസ് ആയിട്ട് ഞാൻ ചിന്തിച്ചില്ല. ഞാൻ അങ്ങനെ ചോപ്പിടാൻ എനിക്ക് പേടിയാ. ഇവിടെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛനെ സോപ്പിട്ട് കയ്യിലെടുക്കാൻ ഭയങ്കര ഈസിയാ. ഈ പറഞ്ഞ പോലെ ഷോയും കുറെയൊക്കെ കാണിക്കും, പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യണ്ടോ. താൻ കട്ടക്ക് നിന്നാ മതി. ചിലപ്പോ രണ്ടെണ്ണം കിട്ടിയെന്നൊക്കെ ഇരിക്കും, എന്നാലും വിടൽ. തല്ലു. അച്ഛനെ തല്ലി കിട്ടിയ ഓക്കെയാണ്. പോവാറോന്ന് എന്തൊക്കെയാ പറയണേ? എടോ, ഇനി ഇത് ലേറ്റ് ആക്കാൻ പറ്റൂല കേട്ടോ. താൻ സ്റ്റാർട്ട് ചെയ്തു. ഇയാളുടെ പപ്പ തന്റെ അടുത്ത് പിണങ്ങി കഴിഞ്ഞാൽ താൻ എന്താ ചെയ്യണേ? ഞാൻ മൈൻഡ് ചെയ്തില്ല. ഇനി പപ്പ എന്നെ പറയാണെന്നാലും ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. ആ, ബെസ്റ്റ് ആളുടെ അടുത്ത് ഞാൻ പറയാൻ വന്നേ. എടോ, ഇത് ശരിക്കും തന്റെ പപ്പയാന്ന് വിചാരിച്ച് അച്ഛൻ്റെ അടുത്ത് ദേഷ്യവും സങ്കടവും ഒക്കെ കാണിച്ചാൽ മതി. ഇടയ്ക്ക് സ്നേഹം വേണോട്ടാ. അച്ഛൻ തന്നെ വീണോളൂ. ദേഷ്യം കാണിക്കുമ്പോ സൂക്ഷിക്കണം. എന്താ? ചേച്ചി തടയി വീഴും. എന്തോന്ന് പാറു അത്? നീ തന്നെ അവക്ക് ഓരോ ഐഡിയ പറഞ്ഞു കൊടുത്തിട്ട് നീ തന്നെ അത് കൊളാക്കുന്ന. പറയുമ്പോ എല്ലാം പറയണ്ടേ? ആ, ശരിയാ. എടോ, താൻ പേടിക്കൊന്നും വേണ്ട. താൻ എങ്ങനെയെങ്കിലും അച്ഛനെ സോപ്പിട്ട് കയ്യിലെടുക്കാൻ നോക്ക് കേട്ടാ. ലേറ്റ് ആക്കരുത്, ഇന്ന് തന്നെ തുടങ്ങിക്കോളാം. സാർ, ഞാൻ ഉണ്ടാക്കിക്കോളെങ്കിൽ തന്നേരെ. ആടാ എന്താ അച്ഛാ? ലജ്ജു ചേച്ചി വീടിന്റെ പുറകെ നിൽക്കാന്ന് തോന്നുന്നു. ഞാൻ പറയാം. ഇതെന്താ നിൽക്കുന്നത്? പോയി പറ. നീ പോയില്ലേ? പോ. അച്ഛൻ മതം കട്ടൻ ചേർത്തി. അച്ഛന് കട്ടൻ ചായ. അത് ഞാൻ ചോദിച്ചില്ലല്ലേ? എന്നോട് ചോദിച്ചാ? എൻ്റെ അടുത്തോട്ട് ഞാൻ പറഞ്ഞാ? അച്ഛൻ വന്നു കയറുന്ന ഉടനെ സാധാരണ കട്ടൻ ചായ വേണമെന്ന് പറയത്തില്ലേ? ലച്ചു എന്ന് വിളിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി കട്ടൻ ചായക്കാന്ന്. ലച്ചോടെ ലച്ചു വീടിന്റെ പുറകില്. അച്ഛൻ വാങ്ങിച്ചു കൂടി അച്ഛാ കട്ടൻ ചായ. എനിക്ക് കട്ടൻ ചായ വേണ്ട. അച്ഛനല്ലേ അച്ഛാ കട്ടൻ ചായ ചോദിച്ചത്? ആ, വാങ്ങിച്ചു കൂടി അച്ഛാ. അവിടെ പോ. എടുത്ത് കൂടി അച്ഛാ, ചൂട് പോവും. ലച്ചുവേ, ലച്ചു എവിടെ? വീടിന്റെ പുറകില്. എടാ ബാലു,
ഞാനങ്ങ് വീട്ടിലോട്ട് പോവാന്നേ. അല്ല അതിന് നല്ലത് മാമി, ഇവിടെ കിട ചുറ്റി വീട്ടിലോട്ട് പോകാം. എന്നിട്ട് അവളെ പറഞ്ഞാക്കി. നീ എന്തിനാ അവളെ ഇങ്ങ് വിടും, അവളെ ഇങ്ങ് ഇവിടെ കൂടെ കൂടെ പറയുന്നത്? അവള് കുറച്ച് ദിവസം കൂടെ അവിടെ ഇരിക്കട്ടെ. ആ നിൽക്കട്ടെ, കുറച്ച് ദിവസമല്ല, 1 2 3 4 5 ദിവസം നിൽക്കട്ടോ. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ട. പക്ഷെ കട്ടൻ ചായ ഇവിടെ വെച്ചാ വാച്ചാണ്. എടാ അവിടെ അച്ഛന് തീരെ വയ്യ, ഞാൻ അവിടെ ഇല്ലെങ്കിൽ ശരിയാകത്തില്ല. എനിക്കിവിടെ തീരെ വയ്യ, അവളില്ലെങ്കിൽ എനിക്ക് ശരിയാവില്ല. അതുകൊണ്ട് അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്. അതിന് അവക്കല്ലേ വയ്യാത്തത്? അവൾക്ക് വയ്യായിരിക്കും, ഞാൻ അടുത്ത് വേണ്ടേ, എന്നാലേ ശരിയാവുള്ളൂ. നീ അടുത്തില്ലെങ്കിൽ എല്ലാം കൊണ്ട് ശരിയാവും. ആ എല്ലാം ശരിയാവും. എന്തോന്ന് മധുര പാൽപ്പായസം? കട്ടൻ ചായ ഉണ്ടെന്ന് ആരാ? ദിയ ചേച്ചി. അയ്യോ കട്ടൻ ചായ ഉണ്ടാക്കിയ ഞാനല്ല ലച്ചുവാ. എന്താ എന്ത് പറ്റി? ലച്ചുവായി ഇതെന്തോന്ന് മധുര? മധുരം കൂടി പോയാ? നല്ലതാ. അയ്യോ ഞാൻ പഞ്ചസാര കുറച്ചേ ഇട്ടുള്ളൂ. നീ പഞ്ചസാര വീണ്ടും ഇട്ടാ? എണ്ണ ഞാൻ അവിടെ പഞ്ചസാര ഇട്ട് വെച്ചിട്ടാണ് ഞാൻ ബാക്കിലോട്ട് പോയത്. ഞാൻ ശ്രദ്ധിച്ചില്ല. കടക്കവേ വളമായി. ഡാ ഇങ്ങണ്ടോ, ഞാൻ വേറെ ഇട്ടോണ്ട് തരാം. മധുരം ഒരുപാടായിരുന്നു അച്ഛാ. അച്ഛനെ കഴുകാൻ വല്ല തുണിയുണ്ടോ? ഷർട്ട് എന്തെങ്കിലും? ആ ഞാൻ കഴിക്കോളാം. ഞാൻ കഴുകി തരാം, എനിക്ക് കഴുകാനുണ്ട്. എടോ താൻ കഴുകിയായിരുന്നോ? ആ എൻ്റെ കഴിവി. ഭയങ്കര വെയിലച്ചാ, ഞാൻ നേരത്തെ കഴുകിയിടത്. പഠിക്കാന്നില്ലേ? ഇന്ന് ദിയ ചേച്ചി എന്നെ പഠിപ്പിക്കുന്നത്. അതെന്തിന് പഠിപ്പിക്കുന്ന എന്തിനാ? പഠിപ്പിക്കാൻ ലച്ചു പഠിപ്പിക്കുന്നത് തന്നെ. എല്ലാം കൂടെ ചേച്ചി എങ്ങനെ? നിനക്ക് തന്നെ പഠിച്ചോളൂ വെച്ചാ. ചേതൊക്കെ പഠിപ്പിച്ചാലേ വെച്ചു. അവിടെ റൂമിൽ കയറി പഠിക്കണം, സംസാരിച്ചോണ്ടിരിക്കരുത്. ആ പഠിക്കാച്ചാ. ചേച്ചി ഭയങ്കര ഇംഗ്ലീഷ് ആട്ടാ. ഭയങ്കര ഇംഗ്ലീഷ്? അതെന്തോന്ന് ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് ഒന്നേ ഉള്ളൂ. ഭയങ്കര ഇംഗ്ലീഷ്, പാവ ഇംഗ്ലീഷ് ഒന്നുമില്ല. വലിച്ചത് കഴിവാത്താണോ? പക്ഷേ എടുത്തത് തിരിച്ചോണ്ടിട്ട് പോ. അല്ല ലച്ചു കഴിവാത്ത തുണി എടുക്കുവോ? അപ്പൊ ഇതിലേതാ കഴിവാത്തേ? അതങ്ങ് പറ. ആ അത് കഴിവാള തന്നെ. അതങ്ങ് പറഞ്ഞാ പോരെ. പാവം ചേച്ചി. അതെ ഞാൻ എന്തുവല്ല അലക്കുക. അപ്പൊ നിന്റെ പാറുവിനെ വല്ല ഡ്രസ്സിനും കൂടി എടുക്ക. എന്തിന്? ഞാൻ അലക്കാം. ആഹാ, താൻ എപ്പോഴെങ്കിലും ഈ കല്ലുമേല് അടിച്ചനച്ച് കഴുകിയിട്ടുണ്ടോ? ഇല്ല. അത് പോട്ടെ, വാഷിംഗ് മെഷീനിൽ അലക്കിയിട്ടുണ്ടോ? അവിടെ വേലക്കാരൊക്കെ ഇല്ലേ? സോ ദിസ് ഇസ് യുവർ ഫസ്റ്റ് ടൈം? യെസ് ഓഫ് കോഴ്സ്. കൊള്ളാം, എന്തായാലും നടക്കട്ടെ. എൻ്റെ അച്ഛനെ സോപ്പിടാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ ഒരു കാര്യം, ഈ ഷർട്ട് ഉണ്ടല്ലോ അലക്കി അലക്കി കഷ്ണങ്ങളാക്കി കയ്യിൽ കൊണ്ടുവന്ന് തരരുത്. എന്നും പറഞ്ഞ് തീരെ അങ്ങോട്ട് സോഫ്റ്റ് ആക്കരുത് പരിപാടി. ഇല്ല, നീ എങ്ങനെയെങ്കിലും ബാലച്ചനെ ഇവിടെ എത്തിക്കണം. എന്തെങ്കിലും പരിപാടി അച്ഛൻ കാണണമല്ലോ. അത് ഞാൻ ഏറ്റ്. അപ്പം പിന്നെ നടക്കട്ടെ കേട്ടാ, ഞാൻ വിളിച്ചോണ്ട് വരാം.